ഹലോ ഗൈസ്, പരപ്പ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു പുതിയൊരു വെറൈറ്റി വീഡിയോസാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇഫ്താർ വിരുന്നിന് പോവുകയാണ്. ഇഫ്താർ വിരുന്ന് എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഈ വിരുന്നിനെയാണ് ഇഫ്താർ വിരുന്ന് പറയുന്നത്. പക്ഷേ ഇത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അവസാനം രാത്രി 11:30 മണിക്കാണ് നമ്മുടെ അവിടെ പോയത്. കാരണം വെച്ചാൽ എല്ലാവരും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ പല പല സമയത്തായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒത്ത് വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു 11 മണിക്ക് അവൻ്റെ വീട്ടിൽ പോയി. നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ 5-8 പേരുണ്ടായിരുന്നു. സംഭവം വെച്ചാൽ ദീനാറ്, അതുപോലെ തന്നെ അഞ്ചു, നമ്മുടെ നൂറുബായി ഉണ്ട്. അതുപോലെ തന്നെ നൂറുബായിയാണ് മൊത്തത്തിൽ നമ്മുടെ സജീവമായിട്ടുണ്ടായിരുന്നു കേട്ടോ, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ ഈ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. കാരണം വെച്ചാൽ ഒരുപാട് കളിയും ഫുട്ബോളും ക്രിക്കറ്റും അതുപോലെ തന്നെ പലതരം സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു കക്ഷിയാണ്. നിഷാദ് എന്ന് പറയും. അത് സംഭവിച്ചാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഫാമിലിയൊക്കെ നാട്ടിൽ പോയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കസബിലാണ് കേട്ടോ സംഭവം. ഒമാനിലെ കസബ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളെല്ലാം നല്ല അടിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതുവരെ നമ്മളെ ഫുഡ് ഐറ്റംസ് ഒന്നും എത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയാണ്. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്ത് വരികയാണ്. അപ്പോൾ വീട്ടിൽ ആരുമില്ല, അവൻ്റെ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. അപ്പോൾ സംബന്ധിച്ച് സുനൈഫ് നമ്മുടെ സൂപ്പ് വോയിസിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് തിളങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കസബിൻ്റെ സ്വന്തം മളയപ്പ എന്ന് പറയുന്ന ഷെരീഫ് ഇവിടെ ഉണ്ട്. അതുപോലെ അഞ്ചു ഉണ്ട്. മൊഗ്രാൽ പുത്തൂർത്തെ അതാണ് അഞ്ചു ദുബാരൊക്കെയാണ്. എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അഞ്ചു ദുബാരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹസീബ് ഉണ്ട് കേട്ടോ, ഇരുതങ്കടവിൻ്റെ മാണിക്കല്ല ഹസീബ്. 100 രൂപ മൊത്തം ഫ്രിഡ്ജാണ് തുറന്നു പോകുന്നത്. അതിലെന്തെങ്കിലും ഫ്രൂട്ട്സ് പോകാം. ഇവൻ്റെ കയ്യിൽ നോക്കിയാൽ അവൻ്റെ കയ്യിൽ കുറേ കിറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തെന്നറിയില്ല. നിഷാദ് ഫുള്ള് സജീവമായിട്ടുണ്ട്. ആ കിറ്റല്ല ഗൈസ്, അതൊരു ഈ സുപ്രയാണ്. ഒരു നമ്മുടെ ടാവലൊക്കെ വിരിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഗൈസ്. ഇപ്പോൾ എന്ത് കിട്ടും എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവൻ എന്തോ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ അഫ്ഗാനി പലാവ് അങ്ങനത്തെ എന്തോ പേരാണ് അവൻ പറയുന്നത് ഗൈസ്. കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഗൈസ് എന്തെന്ന്. അപ്പോൾ ഈ അഫ്ഗാൻ ബീഫ് പലാവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല ഗൈസ്. കഴിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മൊത്തം വിരിച്ച് മൊത്തം സാധനം ടേബിളിൽ സെറ്റാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. സുനൈഫ് ബ്രോ മൊത്തത്തിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ഭക്ഷണം എന്ത് കിട്ടും, എങ്ങനെയായിരിക്കും, ഏത് രീതിയിലുള്ള ഫുഡാണ് എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ ഭക്ഷണം വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ എല്ലാവരും മുഖത്തും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ DU ആണ് ഞങ്ങളുടെ ടേബിൾ ഫസ്റ്റ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ DU കുടിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മുടെ നിഷാദ് ബായി സാധനം കൊണ്ടായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് സാധനവും നമുക്കറിയില്ല. ഈ സംഭവം തുറന്ന് ഇത് സംഭവം മന്തി, ബീഫ് മന്തി എന്നൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഇവന് പേരിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അഫ്ഗാനി പലാവ് എന്നാണ് പറയുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം എന്തായാലും. അപ്പോൾ ആദ്യമായിട്ട് 100 രൂപേൻ്റെ പ്ലേറ്റിലേക്കാണ് അവനിട്ട് ഉറച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഷെരീഫ് അളപ്പാൻ്റെ ഇടുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇപ്പോൾ വൈനപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അഭിപ്രായം നിഷാദിനോട് പറയാം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.